നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നാളെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരാൻ പോകുകയാണ്. കേരളത്തിൽ നാളെ ഒരു പക്ഷേ പലയിടങ്ങളിലും പ്രകോപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ നാളെ എന്തും സംഭവിക്കാം എന്നുള്ളൊരു ഘട്ടത്തിൽ നിൽക്കുന്നു കേരളം എന്ന് ഉള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വരികയാണ്. അമ്പയെ പരാജയപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന LDF ഒരു പക്ഷേ ഹാലിളകി ചെയ്തുകൂടാത്ത പല കാര്യങ്ങളും കേരളത്തിൽ നാളെ ചെയ്തേക്കാം എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇതിനു മുമ്പും പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ്. മാത്രവുമല്ല, ഹാലിളകി അമ്പയെ തോറ്റ പലയിടങ്ങളിലും ഇതിനു മുൻപും അതുതന്നെയാണ്. പലയിടങ്ങളിലും പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം വിളി, അതുപോലെ തന്നെ വീട് കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്, പല വീടുകളിലെ ചെടിച്ചട്ടികൾ അടിച്ചു തെറിപ്പിക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയ കഴിഞ്ഞ വർഷങ്ങളിലും പല തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുവന്നതാണ്. നമുക്കറിയാം അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ നാളെ LDF അമ്പയെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പലയിടങ്ങളിലും കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ബെറ്റ് വെപ്പ് നടക്കുന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ നാളെ നടക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ള ഒരു ഭീതി ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. സംസ്ഥാനത്തെ അന്തിമ പോളിംഗ് ശതമാനവും വോട്ടെണ്ണൽ സജ്ജീകരണങ്ങളും വിശദീകരിച്ചുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ഖേൽക്കർ സർവീസ് വോട്ടുകൾ കൂടി പരിഗണിച്ചതോടെ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം 79.70% ഉയർന്നതായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അന്തിമ കണക്കുകൾ പുറത്തുവിടാൻ വൈകുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് മെയ് 1-ാം തീയതി വരെയുള്ള തപാൽ വോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള കണക്ക് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടത്. സംസ്ഥാനത്താകെ 58,984 സർവീസ് വോട്ടുകളാണ് ഉള്ളത്. ഇതിൽ 20,028 എണ്ണം ഇതിനോടകം തന്നെ തിരികെ ലഭിച്ചു കഴിഞ്ഞു. ഇന്ന് വരെ ലഭിക്കുന്ന സർവീസ് വോട്ടുകൾ പരിഗണിക്കുമെന്നതിനാൽ പോളിംഗ് ശതമാനത്തിൽ ഇനിയും നേരിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിലവിൽ സർവീസ് വോട്ടുകൾ ഒഴികെയുള്ള പോളിംഗ് 73.63%. വോട്ടെണ്ണലിന് മുൻപ് മണ്ഡലാടിസ്ഥാനത്തിലുള്ള പോസ്റ്റൽ വോട്ടുകളുടെ കൃത്യമായ കണക്ക് പുറത്തുവിടില്ല എന്നും സുതാര്യത ഉറപ്പാക്കാനാണ് കമ്മീഷൻ മുൻഗണന നൽകുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 8 മണിയോടുകൂടി പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. 8:30യോടുകൂടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ഓരോ റൗണ്ട് വോട്ടെണ്ണൽ കഴിയുമ്പോഴും സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും കൃത്യമായ ബോധ്യം വന്നതിന് ശേഷം മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് കടക്കാവൂ എന്ന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി പുറത്തുവരാൻ വൈകുന്നേരം 5 മണിയെങ്കിലും ആകുമെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. ഇവിടെയാണ് ചില പണികൾ അല്ലെങ്കിൽ ചില കളികൾ ഒരു പക്ഷേ കളിക്കാൻ പോകുന്നത്. വിജയസാധ്യത വരുന്ന റൗണ്ടിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കി വോട്ടിംഗ് തടസ്സപ്പെടുത്തിക്കൊണ്ട് നീക്കങ്ങൾ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള പ്രകോപനങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാവുകയാണ്. വേഗത്തേക്കാൾ കൃത്യതയാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നത് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവർത്തിച്ചു. അതായത് പെട്ടെന്ന് തീർക്കുക എന്നതുകൊണ്ട് റെക്കോർഡ് കയറാനല്ല, പെട്ടെന്ന് തീർത്തില്ലെങ്കിലും വ്യക്തമായി പൂർണ്ണമായി തീർത്തു എന്നൊരു പേര് കേൾക്കുക എന്നാണ് വേണ്ടത്. വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി വൻ സന്നാഹമാണ് സംസ്ഥാനത്തുടനീളം ഒരുക്കിയിരിക്കുന്നത്. 140 റിട്ടേണിംഗ് ഓഫീസർമാരും 1340 അഡീഷണൽ റിട്ടേണിംഗ് ഓഫീസർമാരും ഉൾപ്പെടെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിനായി നിയോഗിച്ചിട്ടുള്ളത്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ QR കോഡുള്ള തിരിച്ചറിയൽ കാർഡുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് അനുമതി ഉണ്ടായിരിക്കില്ല. വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് പ്രത്യേകം ലിങ്ക് നൽകില്ലെന്നും കമ്മീഷൻ പൊതുവായി നൽകുന്ന ലിങ്ക് വഴി വിവരങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ നിലനിൽക്കുമെന്ന് രതൻ പറയുകയാണ്. തെറ്റായ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിൽ വിജയാഘോഷങ്ങൾക്ക് വിലക്കേർപ്പെടുത്താൻ ജില്ലാ ഭരണകൂടങ്ങൾ അധികാരമുണ്ടാകും. അതായത് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയ സാധ്യത എങ്ങനെയായിരിക്കും ഇവർ പ്രശ്നം ഉണ്ടാക്കണമോ വേണ്ടയോ എന്ന് തിരിച്ചറിയാൻ. അങ്ങനെയാണെങ്കിൽ
UDF ആണ് വിജയിക്കുന്നതെങ്കിൽ പലരും വിചാരിക്കും എന്നാൽ അവരിപ്പോൾ അങ്ങനെ വിജയം ആഘോഷിക്കേണ്ട, അതുകൊണ്ട് അങ്ങ് പ്രശ്നമുണ്ടായേക്കാം എന്നൊക്കെ വിചാരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാകുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തിരക്ക് കൂടരുത് എന്നും ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കണ്ടറിയണം. എന്തൊക്കെ സംഭവ വികാസങ്ങൾ നാളെ വരും എന്നുള്ള ഭയത്തിലാണ് പലരും നിൽക്കുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സജ്ജരായി തന്നെ നിൽക്കുകയാണ്. വളരെ ചുരുക്കത്തിൽ പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ഒരു പ്രസ് റിലീസ് റിഗാർഡിംഗ് കൗണ്ടിങ് പ്രിപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ കൗണ്ടിങ്ങിന്റെ പ്രക്രിയയെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കൗണ്ടിങ്ങിന്റെ കാര്യം പോകുന്ന മുൻപ് നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് പോൾഡ് ബാലറ്റ്സ്, അതായത് EVM വഴി പിന്നെ സർവീസ് വോട്ടേഴ്സ് അല്ലാതെ ബാക്കി പോസ്റ്റൽ ബാലറ്റ്സ് ഇതിന്റെ ശതമാനം 79.63% ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി സർവീസ് വോട്ടേഴ്സിന് ഇഷ്യൂ ചെയ്തിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ്സിന്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 53,984, 53,984 നമ്മൾ സർവീസ് വോട്ടേഴ്സിന് ഇഷ്യൂ ചെയ്തിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ്സ്. ഇപ്പോ 1-ാം തീയതി മെയ് വരെ നമുക്ക് തിരികെ വന്നിട്ടുള്ള സർവീസ് വോട്ടേഴ്സിന്റെ പോസ്റ്റൽ ബാലറ്റ്സിന്റെ കണക്ക് 20,028, 20028. ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം സർവീസ് വോട്ടേഴ്സിന് കൗണ്ടിങ്ങിടെ മുൻപ് വരെ അവർക്ക് പോസ്റ്റൽ ബാലറ്റ്സ് തരാനുള്ള ഒരു സൗകര്യമുണ്ട്. ശനിയാഴ്ച ഞായറാഴ്ച ആണെങ്കിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റോട് നമ്മൾ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ്സ് സർവീസ് വോട്ടേഴ്സിന്റെ വരുവാണെങ്കിൽ അവധിയുടെ ദിവസം കൂടി അവർ നമുക്ക് തരുന്ന വിധത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഓൾറെഡി നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് കൃത്യമായിട്ട് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് മുഖാന്തരം നമ്മൾ കൃത്യമായിട്ട് സർവീസ് വോട്ടേഴ്സിന്റെ വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോ സർവീസ് വോട്ടേഴ്സിന്റെ ഈ ഒരു 20,028 നമ്മുടെ മൊത്തം ടോട്ടൽ ഇലക്ട്രേറ്റിന്റെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം 0.007% ആണ് വരുന്നത്. സോ നമ്മൾ 79.63 പ്ലസ് 0.07% സർവീസ് വോട്ടേഴ്സിനെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ഇപ്പോ ടെന്റേറ്റീവ് ആയിട്ട് പറയാനുള്ള ഒരു വോട്ടിംഗ് ശതമാനം 79.70% ആണ്. ആൻഡ് ഫൈനൽ കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ECIയുടെ ഇൻഡെക്സ് കാർഡ് അവസാനത്തെ നമ്മൾ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് അത് സാധാരണ 48 hours ആഫ്റ്റർ കൗണ്ടിങ് നമ്മൾ പ്രഖ്യാപിക്കും. ആ സമയത്തായിരിക്കും ഫൈനൽ കൗണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത് ടെന്റേറ്റീവ് കൗണ്ട്സ് ആണ്. സോ ഇപ്പൊ നിലവിൽ നമുക്ക് ഉള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് ബേസ്ഡ് ഓൺ സർവീസ് വോട്ടേഴ്സിന്റെ ഇൻപുട്സിന്റെ ഭാഗമായി വന്നിട്ടുള്ളത് 79.70% ആണ്. സോ നമ്മൾ എല്ലാവർക്കും അറിയാം 140 മണ്ഡലത്തിന്റെ കൗണ്ടിങ് നാളെ 8 മണിക്ക് തുടങ്ങുന്നു. ആദ്യമായിട്ട് പോസ്റ്റൽ ബാലറ്റ്സ് ആണ് നമ്മൾ എണ്ണം തുടങ്ങുന്നത്. അത് കണ്ടിട്ടായിരിക്കും EVMസിലെ എണ്ണം തുടങ്ങുന്നത്. ഇത് നമ്മൾ 43 ലൊക്കേഷൻസിലാണ് ക്രമീകരണങ്ങൾ വളരെ സജീവമായിട്ട് ചെയ്തിട്ടുള്ളത്. ഓരോരോ അസംബ്ലി മണ്ഡലത്തിന് ഓരോ കൗണ്ടിംഗ് ഒബ്സർവേഴ്സ് ഉണ്ടാവും. ഒരു സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണ് ഓൾ ഇന്ത്യ സർവീസസിലെ ഓഫീസേഴ്സ്. മെയിൻലി IAS ഓഫീസേഴ്സ് ആണ് ഈ 140 കൗണ്ടിംഗ് സെന്റേഴ്സിന് അവർ സൂപ്പർവൈസ് മോണിറ്റർ ചെയ്യുന്നത്. നമുക്ക് 15,465 17,465 കൗണ്ടിംഗ് സ്റ്റാഫ് നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവർക്കുള്ള എല്ലാവിധ ട്രെയിനിങ്സ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ട്രെയിനിങ് അല്ലാതെ ഓൺലൈൻ ആയിട്ടുള്ള ട്രെയിനിങ്സ് കൂടി നമ്മൾ കൃത്യമായിട്ട് ഇവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ വോട്ടിംഗ്
ഇത് കൗണ്ടിങ്ങിടെ ഒരു പ്രിമൈസസിന്റെ സുരക്ഷ നൽകാൻ വേണ്ടിയിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നല്ലവിധ ക്രമീകരണങ്ങൾ നടന്നിട്ടുണ്ട്. 32,301 പോലീസ് പേഴ്സണൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ CAPFയുടെ 20 കമ്പനീസ്, ഡിസ്ട്രിക്ട് പോലീസിലെ സ്റ്റാഫ്, ബറ്റാലിയനിടെ ഉദ്യോഗസ്ഥർ, പിന്നെ സ്പെഷ്യൽ യൂണിറ്റ്സ് ഇവരുൾപ്പെടെ കൗണ്ടിങ്ങിടെ പ്രിമൈസസ് എല്ലാം മേൽനോട്ടം വയ്ക്കാനും പിന്നെ സുരക്ഷ ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഡയറക്ഷൻസ് ഇലക്ഷൻ കമ്മീഷനുടെ ഭാഗത്തിന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെല്ലാവർക്കും ട്രെയിനിങ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്.